നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന ബജറ്റിന് മുന്നോടിയായി സാമ്പത്തിക അവലോകന റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടപടിക്രമങ്ങൾ അനുസരിച്ച് ബജറ്റിന് ഒരു ദിവസം മുൻപ് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നൽകണമെന്നും എന്നാൽ ഇത്തവണ അത് നൽകിയില്ല എന്നും വി.ഡി. സതീശൻ ആരോപിക്കുകയുണ്ടായി. ലോക്സഭയിലെയും നിയമസഭയിലെയും കീഴ്വഴക്കമാണിതെന്നും അത് നിർബന്ധമായും പാലിക്കണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ നടപടിക്രമങ്ങളും കാര്യനിർവഹണവും അനുസരിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു ദിവസം മുൻപ് സാമ്പത്തിക അവലോകനം വയ്ക്കേണ്ടതായിട്ടുണ്ട്. നിലവിലെ സാമ്പത്തിക സ്ഥിതിയും അതിന്റെ സൂചനകളും ബജറ്റിന് മുൻപായി പ്രത്യേകമായി അറിയുന്നതിനു വേണ്ടി സാമ്പത്തിക അവലോകനം നേരത്തെ തന്നെ അംഗങ്ങൾക്ക് കിട്ടും. ഇതിനു മുൻപ് വയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവലോകനം സർക്കുലേറ്റ് ചെയ്തിരുന്നു. അത് നിർബന്ധമായും പാലിക്കുന്ന കാര്യമാണ് എന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. ധനമന്ത്രി സാമ്പത്തിക അവലോകനം വയ്ക്കാത്തത് 2022 ഉന്നയിച്ചിരുന്നു. ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതെന്ന് സ്പീക്കർ അന്ന് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും വി.ഡി. സതീശൻ ഓർമ്മിപ്പിച്ചു. എന്നാൽ അന്ന്, അതായത് 2022 ആവർത്തിച്ച അതേ തെറ്റ് വീണ്ടും 2025 ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണെന്നും ഈ നിർദ്ദേശം 2 വർഷങ്ങൾക്കിപ്പുറം ലംഘിച്ച് സാമ്പത്തിക അവലോകനം സർക്കുലേറ്റ് ചെയ്യാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ശരിയല്ല എന്നും വി.ഡി. സതീശൻ വിമർശിക്കുകയുണ്ടായി. അതിനുവേണ്ടി കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം സ്പീക്കറോട് ആവശ്യപ്പെട്ടു. സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വിതരണം ചെയ്യാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് തെറ്റാണെന്ന് സ്പീക്കറും വ്യക്തമാക്കി. ആവർത്തിക്കരുതെന്നും മുൻകൂട്ടി ലഭ്യമാക്കണമെന്നും സ്പീക്കർ റൂളിംഗ് നൽകിയിരുന്നു. എന്തായാലും ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളത്. ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശമായ വയനാട് ചൂരൽമലയിലും മുണ്ടക്കയിലും പുനരധിവാസത്തിന് പദ്ധതി. ധനമന്ത്രി കെ. ബാലഗോപാൽ ബജറ്റിലാണ് പ്രഖ്യാപനം നടത്തിയത്. 2025 കേരളം സ്വാഗതം ചെയ്യുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായുള്ള പുനരധിവാസം പ്രഖ്യാപിച്ചുകൊണ്ടാണെന്ന് മന്ത്രി ചൂണ്ടിക്കാണിച്ചു. കേരളത്തെ സങ്കടക്കടലിലാക്കിയ അതിതീവ്ര ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉണ്ടായത്. 254 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 44 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. 2007 വീടുകൾ തകർന്നു. ആയിരക്കണക്കിന് പേരുടെ ഉപജീവനമാർഗം ഇല്ലാതായി. 1202 കോടി ദുരന്തം മൂലമുണ്ടായ നഷ്ടത്തിന്റെ കണക്ക്. പുനരധിവാസത്തിന് 2221 കോടി രൂപ ആവശ്യമായി വരുമെന്നാണ് വിലയിരുത്തലെന്നും മന്ത്രി വ്യക്തമാക്കി. 2025-2026 കേന്ദ്ര ബജറ്റിൽ വയനാടിനായി ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ലെന്നും കെ. ബാലഗോപാൽ വിമർശിച്ചു. മറ്റ് സംസ്ഥാനങ്ങളോട് കാണിച്ച നീതി കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ കേരളത്തോട് പുലർത്തുമെന്നായിരുന്നു പ്രതീക്ഷ. സർക്കാരിന്റെ ഇക്കാര്യത്തിലെ നിലപാട് മുഖ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കെ. ബാലഗോപാൽ പറഞ്ഞു. പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.